അവിടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടോ. ഇന്നൊന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ ഒരു പുളിപ്പും കൂടെ ഉണ്ടെങ്കിൽ വേറൊരു ലെവലിലേക്ക് ടേസ്റ്റ് മാറും. ഒരു ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ട്, ഒരു 400 ഗ്രാം കണ്ടാകുന്നു. അത്ര ഉള്ളൊരു ഫിലോപ്പി മീനാട്ടോ അത്. ജസ്റ്റ് ഇതിൻ്റെ ചെതുമ്പിലൊക്കെ കളഞ്ഞിട്ടാണ് അവിടെ നമ്മൾ മേടിച്ചത്. കിടലിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വയറൊക്കെ ഉണ്ടോ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഉള്ളിൽ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് മീൻ ആഴത്തി മുറിഞ്ഞാലും കീറിപ്പോവില്ല, രണ്ടായിട്ട് പോവില്ല. നല്ല ഫ്രഷ് സാധനം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് സാധാ മുളക് പൊടി കേട്ടോ, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊരു ശകലം കൂടുതൽ ഇടണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് അതിനകത്ത് പിടിക്കുള്ളൂ. അതിനകത്ത് പിടിച്ചു വരാനുള്ളതാണല്ലോ. 1 ടീസ്പൂണോളം വിനെഗർ, 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ഗ്രേവിയിലാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. മീനിനകത്തേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം ആദ്യമേ. ഈ വരഞ്ഞു വെച്ചേക്കണതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് പിടിപ്പിക്കാം. ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിത് മസാലയിൽ പൊതിഞ്ഞ് നമ്മുടെ മീൻ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഏകദേശം ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എന്തോരം കൂടുതൽ ടൈം വെക്കാൻ പറ്റുന്നതോ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിത് വാഴയിൽ പൊരിച്ചെടുക്കാനുള്ള മസാലകൾ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നമ്മള് ഒരു 1/2 മണിക്കൂർ മീനകത്ത് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെച്ചിട്ട് എടുത്തതാണോ ഇത്. ഇപ്പൊ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. 2 സവോള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു 10-20 പീസ് ചെറിയ ഉള്ളി അരിഞ്ഞ കേട്ടോ, ഒരു കുടംപുളി ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ. ഇത്ര സാധനം നമ്മൾ മീൻ റെസ്റ്റിന് വെച്ചപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടോ. അപ്പൊ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ അത് വെച്ച് കൊടുക്കും. എണ്ണ നമുക്ക് ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീൻ കേട്ടോ. മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല കിടലിനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വേണ്ട, എണ്ണ നല്ലപോലെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇത് കിട്ടിയാൽ നമ്മളത് മാറ്റുവാണ്. മാറ്റിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പാനം വെച്ചു കേട്ടോ. നമ്മളൊരു 3 ടീസ്പൂണോളം എണ്ണയാണ് ഉള്ളൂ. എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരു കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. മീന് കുറച്ച് കൂടുതൽ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനത്തിന്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പാട്ട് ഇട്ട് കൊടുത്താൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാട്ടോ. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന സവാള ഉള്ളി അല്ലാതെ വഴഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര വഴണ്ടാൽ മതി, ഒത്തിരി വഴണ്ടാൻ പോകണ്ട. പിന്നെ അതിന് നമുക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി. മുളക് പൊടിയുടെ ഒരു സ്പൈസിനെസ് ആണ് കയറി നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഒന്ന് കയറ്റിയിട്ടത്. പൊടികളൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുടംപുളി ആഡ് ചെയ്യാം. നമ്മൾ ഒരു കുടംപുളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കേട്ടോ. കുടംപുളി ഇട്ടുമ്പോൾ പുളിയും വരും, പിന്നെ കുടംപുളിയുടെ ഒരു വേറൊരു ഫ്ലേവറാണ്. നമ്മൾ തക്കാളി ഇടുന്നുണ്ട്, തക്കാളീനെ അപേക്ഷിച്ച് ഇതിന് വേറൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും എല്ലാം കയറി വരും. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ആ കുടംപുളി ഇട്ടേക്കുന്നോണ്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടല്ലേ? ഫ്ലേവർ വരും. അത് നമ്മൾ ആ ഗ്രേവി കൂട്ടുമ്പോൾ അത് ആ കുടംപുളി ഇട്ടേക്കുന്നതിന്റെ നമുക്ക് അറിയാൻ പറ്റും. നല്ല സ്മെല്ലുണ്ടോ? നല്ല സ്മെല്ല്.
തൊട്ടപ്പുറം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ഇരിപ്പുണ്ട് കേട്ടോ. അതൊരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതെ, നമ്മൾ വെച്ചിരുന്ന തക്കാളിയും എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ് ഇത്. ഒരു 3/4 ഗ്ലാസോളം തേങ്ങാപ്പാലാണ്. കുടംപുളി ഇടുമ്പോ ഒരുപാട് ഇടില്ല. ഒരു നമ്മൾ എടുക്കുന്നതനുസരിച്ച് നമ്മളിപ്പോ എടുത്തതനുസരിച്ച് ഒരെണ്ണം ഒരു പകുതി പീസിന്റെ അത്ര ഈ ഒരു തിക്നെസ് തന്നെ കിട്ടണം. നമ്മളിനി ചൂടായി കഴിയുമ്പോഴത്തേന് ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ശകലം വെള്ളം കൂടെ വെച്ചിട്ടൊന്ന് ജ്യൂസ് ആയിട്ട് വന്നോളാം. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഗ്രേവി ഇത്രയും കിട്ടിയാൽ മതി, തിക്നെസ് ഇങ്ങനെ കിട്ടിയാൽ മതി. മീനിനകത്ത് ഞാൻ തേച്ച് പിടിപ്പിക്കാനുള്ള കേട്ടോ. പുള്ളിക്കെടുക്കാനുള്ള വാഴയിലാണ് ഇത്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് എന്നാ പറയണേ, വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ ആ സാധനം കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂട് പൊളിച്ചാൽ മതി കേട്ടോ. ഒരു സൈഡിൽ തേക്കാനുള്ള മസാല നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. മീനിന്റെ ഒരു സൈഡ് ഇവിടെ കിടത്താനുള്ള. ഇങ്ങനെ ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീന് നല്ല ഫ്രൈ ആയിട്ടിരിക്കണ നല്ല കിടിലൻ സാധനം നമ്മൾ അതിന്റെ മേളിലേക്ക് വെച്ച് കൊടുക്കും. പൊടികളെല്ലാം വേണമെങ്കിൽ അതിനകത്തേക്ക് ഇടാം. ഇട്ടിട്ട് അടിയിൽ നിന്നുള്ളതൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ബാക്കിയുള്ള മസാല ഇത് നമ്മൾ ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ ഇതിന്റെ സൈഡ് വരഞ്ഞേക്കണതിന്റെ ഉള്ളിലും കറക്റ്റ് മസാല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. ആവശ്യത്തിന് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുവാണ് മീൻ. ഇതിപ്പോ മീനാന്ന് പോലും മനസ്സിലാവില്ല. ഇത് നേരെ ഇനി മടക്കും കേട്ടോ. ഇങ്ങനെ മടക്കി ചോറ് പൊതിയുന്ന പോലെ ആദ്യം നോക്കി ഈ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ വാഴവള്ളി തന്നെ കേട്ടോ ഇതും കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം. അതെ, നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് വാഴയില പൊള്ളിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഒത്തിരി ഓയിലിന്റെ ആവശ്യമില്ല. ആ വാഴയില കരിഞ്ഞങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിച്ച്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വാഴയിൽ പൊതിഞ്ഞ മീന് ഇവിടെ ഞാൻ വെച്ചു കൊടുക്കും കേട്ടോ. 10 മിനിറ്റോളം ഈ വാഴയില ഒന്ന് പൊള്ളിച്ചിട്ട് എടുക്കാം കേട്ടോ. സാധനം ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. പിന്നെ ഈ വാഴയിലയുടെ ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങും വാഴയില പൊള്ളിച്ച് ചെയ്യുമ്പോഴത്തേന്. ഫ്രൈഡ് വാഴയിലൊക്കെ ഒന്ന് കരിഞ്ഞു വന്നതിന്റെ ഫ്ലേവർ അങ്ങ് നന്നായിരുന്നു. ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വാഴയില പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. വാഴയിലയുടെയും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മീനിൻ്റെ ഒക്കെ ഒരു മണം വന്നിട്ടുണ്ടോ ഇതുപോലെയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ ചൂട് ഒരു 2 മിനിറ്റ് ഒന്ന് ആറിയതിനു ശേഷം നമുക്ക് ഈ കെട്ടെന്ന് പൊട്ടിക്കുക. ഇപ്പം നല്ല ചൂടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇതിനകത്തേക്ക് മാറ്റിയിട്ട് പൊട്ടിക്കട്ടോ. യെസ്, നമുക്ക് മറിച്ചിടാം. നല്ല മസാല ഉണ്ട് ഇന്നില്ലേ. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കുറച്ചും ഗ്രേവിയോട് കൂട്ടി മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു. കുടംപുള്ളിയുടെ ആ ഫ്ലേവറും മസാലയുടെ ആ ടേസ്റ്റ് എല്ലാം നമ്മൾ ആ മീറ്റ് എടുത്തില്ല, മീറ്റിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ കപ്പയൊക്കെ എടുത്തിട്ട് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കുന്നതല്ല, പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഗ്രേവി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ കാണാം.